ഹായ് ഓൾ, ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ വിഷയം എങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ ഏജ് അല്ലെങ്കിൽ കാലപ്പഴക്കം കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഒരു ബിൽഡിംഗ് ആരുടെ പേരിലാണ് ഓണർഷിപ്പ്, അത് എങ്ങനെ കണ്ടുപിടിക്കാം. ഈ രണ്ട് ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. അതിനായിട്ട് നമുക്ക് ഈ രണ്ട് ഡീറ്റെയിൽസ് ലഭിക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ ബിൽഡിങ്ങിന്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. പലപ്പോഴും ഞാൻ സ്റ്റുഡൻസിനോടൊക്കെ അല്ലെങ്കിൽ പലരോടും ബിൽഡിങ്ങിന്റെ അഡ്രസ്സിനെ പറ്റി ചോദിക്കുമ്പോൾ അവർക്ക് അറിയാവുന്ന ഏത് ഓണറുടെ പേരിലാണോ ബിൽഡിങ് അവരുടെ അഡ്രസ്സിലാണ് അവർ പലപ്പോഴും പറയാറ്. ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അത് ഏത് മുനിസിപ്പാലിറ്റി ആണോ, കോർപ്പറേഷൻ ആണോ, പഞ്ചായത്താണോ, അതിൽ എത്രാമത്തെ വാർഡ് നമ്പറിലാണ്, അതിൽ എത്രാമത്തെ ഡോർ നമ്പറിലാണ്, അതാണ് അതിന്റെ അഡ്രസ്സ്. ഇത്രാമത്തെ ഇന്ന മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തിലെ ഇത്രാം വാർഡിലെ ഇത്രാമത്തെ ഡോർ നമ്പർ, അതാണ് ബിൽഡിങ്ങിന്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ടാക്സ് അടയ്ക്കാൻ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിന്റെ ബിൽഡിംഗ് നമ്പർ ചോദിക്കുമ്പോൾ നമ്മൾ പറയേണ്ടത് ഇത്ര ബാർ ഇത്രാമത്തെ വാർഡ് നമ്പറിൽ ഇത്രാമത്തെ ഡോർ നമ്പർ, അതാണ് ബിൽഡിങ്ങിന്റെ അഡ്രസ്സ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ബിൽഡിങ്ങിന്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. അത് എത്രാമത്തെ വാർഡ് നമ്പറിലാണ്, എത്രാമത്തെ ഡോർ നമ്പറിലാണെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അത് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമുക്ക് ഡോർ നമ്പറും വാർഡ് നമ്പറും ഒക്കെ കിട്ടുക? സാധാരണയായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി ടാക്സ് മുനിസിപ്പാലിറ്റിയിൽ നമ്മൾ ഓരോ വർഷം എല്ലാ ബിൽഡിങ്ങിനും നമ്മൾ എന്ത് അടയ്ക്കുന്നുണ്ട്? ടാക്സ് അടയ്ക്കുന്നുണ്ട്. അതിന്റെ പഴയ ഏതെങ്കിലും ടാക്സിന്റെ സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അതിൽ കാണാം ഇത് ഡോർ നമ്പറും അതുപോലെ തന്നെ വാർഡ് നമ്പറും ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി അല്ല, വീടൊക്കെ ആണെങ്കിൽ അവിടെ പതിപ്പിച്ചിട്ടുണ്ടാവും, മെയിൻ കട്ട്ലയുടെ അവിടെ പതിപ്പിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ അതൊക്കെ പെയിന്റ് ഒക്കെ അടിക്കുമ്പോൾ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടാക്സ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് നമുക്ക് ഈ പറഞ്ഞത് അറിഞ്ഞിരിക്കണം. അവിടെ ഒരു കാര്യം കൂടി ഉണ്ട്, പലപ്പോഴും വാർഡ് വിഭജനം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ 2002 2000 ഉണ്ടായിരുന്ന ഒരു വാർഡ് നമ്പറും ഡോർ നമ്പറും ആയിരിക്കില്ല 2002 ശേഷം. കാരണം അന്നേരം ആ വാർഡിൽ അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയിൽ വാർഡ് വിഭജനം വന്നിട്ടുണ്ടായിരിക്കാം, വാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ റീസെന്റ് ആയിട്ടുള്ള വാർഡ് നമ്പറും ഡോർ നമ്പറും വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. പലപ്പോഴും നിങ്ങൾ പഴയ വീടുകളിലൊക്കെ പോയി കാണാം, രണ്ട് കട്ടിലപ്പടിപ്പ് രണ്ട് അറ്റത്തും കാണാം ഇത് ഇന്ന വാർഡ് നമ്പർ. പലപ്പോഴും നോക്കാൻ വരുന്നവർക്ക് കൺഫ്യൂഷൻ ആവാറുണ്ട്, ഇത് പഴയതാണെന്ന് പിന്നീട് തിരിച്ചറിയാൻ പറ്റും. കാരണം നമുക്ക് ആ ഷീറ്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടെ ഇയർ എഴുതി വെച്ചിട്ടുണ്ടാവും, അത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇത് ഇന്ന റീസെന്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വാർഡ് നമ്പർ ഇതാണെന്ന് മനസ്സിലാക്കാം. പലപ്പോഴും നിങ്ങൾ ടാക്സ് അടച്ച കടലാസ് നോക്കിയാൽ ഓൾഡ് ആൻഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് രണ്ട് വാർഡ് നമ്പറും ഡോർ നമ്പറും എഴുതിയ സർട്ടിഫിക്കറ്റുകളും കാണാറുണ്ട്. അപ്പൊ അതിന്റെ കണ്ടന്റ് ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റീസെന്റ് ആയിട്ടുള്ള വാർഡ് നമ്പറും ഡോർ നമ്പറും എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എന്തിനാണ് നമുക്ക് വാല്യുവേഷൻ അറിഞ്ഞിട്ട്, എന്തിനാണ് നമുക്ക് ഈ പറഞ്ഞ ഏജ് അറിഞ്ഞിട്ട്? അത് മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞ വേർഡ് തന്നെയാണ്, എന്ത്? വാല്യുവേഷൻ പർപ്പസിനാണ്. നമുക്കറിയാം, ഒരു ബാങ്കിലേക്ക് ലോണിന് പോകുമ്പോൾ അവിടുന്ന് ഒരു വാല്യൂർ വരും, നമ്മുടെ ബിൽഡിംഗ് വാല്യൂ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എടുക്കുന്ന തിരിച്ചടച്ചില്ലെങ്കിൽ ആ വീടിന് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിന് എത്ര ലോണ് എടുക്കാനുള്ള ഒരു വാല്യൂ ഉണ്ടോ എന്നുള്ള ഒരു ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ ആവശ്യം ആ ബിൽഡിങ്ങിന്റെ വാല്യൂ മാക്സിമം കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണ ഒരു ഏജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാല്യൂർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയും ഒന്ന് കുറച്ച് പറയും. കാരണം എന്താ? ഏജ് കുറയും തോറും പുതിയ ബിൽഡിംഗ് ആണ്, അപ്പൊ അത്രയും വാല്യൂ അതിന് കൂടുതൽ കാണും. ആ സമയം ഇതേപോലെ തന്നെയാണ് നമ്മളൊരു ബിൽഡിംഗ് വിൽക്കുകയാണെന്ന് വിചാരിച്ചു, അവിടെയും ഒരു വാല്യുവേഷന്റെ ആവശ്യമുണ്ട്. അവിടെയും സിവിൽ എഞ്ചിനീയേഴ്സ് വരും വാല്യൂ ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്താ ആവശ്യം? ബിൽഡിങ്ങിന്റെ വാല്യൂ കുറച്ച് കുറഞ്ഞു കാണണം. കാരണം എന്താ? നമ്മുടെ ബിൽഡിങ്ങിന്റെ വാല്യൂവിനനുസരിച്ച് പേപ്പർ വാങ്ങാനുള്ളത് കൊണ്ടാണ്. ഇത് നമ്മള് മുദ്ര പേപ്പർ വാങ്ങണം. അപ്പൊ നമുക്ക് ബിൽഡിങ്ങിന്റെ വാല്യൂ കുറഞ്ഞു കാണണം എല്ലാവരും ആഗ്രഹിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ബിൽഡിങ്ങിന്റെ ഏജ് കൂട്ടി പറയുന്ന ആളുകളുണ്ട്. കാരണം എന്താ? അത്രയും ഏജ് ഉള്ളതുകൊണ്ട് ബിൽഡിങ്ങിന്റെ പഴക്കം ഒരുപാടുണ്ട്, അതുകൊണ്ട് വാല്യൂ കുറച്ച് മതി എന്നും പറയാറുണ്ട്. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് സിവിൽ എഞ്ചിനീയേഴ്സിന് ഒരു കൺഫ്യൂഷൻ വരുന്നത്. ഇത് പറയുന്ന നേരാണോ നുണയാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞാൽ ആ വീട്ടിലോ ആ ബിൽഡിങ്ങിലോ പോയിട്ട് അവിടുത്തെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, പണി കഴിഞ്ഞുള്ള പ്ലാനോ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റോ ഒരു സ്കെച്ചോ ഉണ്ടെങ്കിൽ അതെടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് വർഷത്തിലാണ് പണി പൂർത്തീകരിച്ചിട്ടുള്ളത് നമുക്കറിയാൻ സാധിക്കും. ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ്, അവരോട് സത്യസന്ധമായ ഒരു ക്ലയന്റ് ആണെങ്കിൽ അവരോട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്ത്? നിങ്ങളെ ഈ പറയുന്ന ബിൽഡിംഗ് പണിത് ഏത് വർഷമാണ് ചോദിക്കും. ചിലപ്പോൾ ഒരു സത്യസന്ധമായ ഉത്തരം പറയാം, ചിലപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കാരണങ്ങൾ കൊണ്ട് കൂട്ടി കുറച്ചൊക്കെ പറയാം, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്ന് പറയാം. കാരണം പിതാക്കന്മാരൊക്കെ പണിത, പാരന്റ്സ് പണിത വീടൊക്കെ അവരൊക്കെ മരണപ്പെട്ടിട്ടുണ്ടാകാം. കുട്ടികൾ ചിലപ്പോൾ കൃത്യമായ ഡേറ്റ് ഒന്നും അറിഞ്ഞൊന്നും വരില്ല, അപ്പൊ അവർക്ക് അറിയില്ലെന്ന് പറയാറുണ്ട്.
അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമുക്ക് ഒരു എഞ്ചിനീയർക്ക്, സിവിൽ എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഗവൺമെന്റ് തന്നെ ഒരു സിസ്റ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓൺലൈൻ ആയിട്ടുള്ള മെത്തേഡാണ്, അതിന് സഞ്ജയ എന്ന് പറയാം. ഓക്കെ, ഈ പറഞ്ഞ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഓൺലൈനായിട്ട് ഇതിന്റെ ഏജോ അതിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റോ നമുക്ക് എടുക്കാൻ സാധിക്കും. ചിലപ്പോൾ ചില ആവശ്യങ്ങളൊക്കെ നമ്മൾ ബാങ്കിലേക്കൊക്കെ പോകുമ്പോൾ ആ ബിൽഡിങ്ങിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊണ്ടുവരാൻ ചോദിക്കാറുണ്ട്. ഇതൊക്കെ നമുക്ക് 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുള്ളൂ. അതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. കൃത്യമായിട്ട് നോക്കുക. ഞാൻ ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റഡി ചെയ്യാം. ഇതിന് കിട്ടുന്ന ഔട്ട്പുട്ട് റിസൾട്ട് എപ്പോഴും ഓണറുടെ ഡീറ്റെയിൽസ് കൃത്യമായിരിക്കും. കാരണം നിങ്ങളുടെ മുനിസിപ്പാലിറ്റിയിൽ ഏത് ആളുടെ പേരിലാണ് ടാക്സ് അടയ്ക്കുന്നത് ആ പേരോടെ കാണിച്ചു തരും, അഡ്രസ്സും കാണിച്ചു തരും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ആരുടെ പേരിലാണെന്ന്. ചിലപ്പോൾ മക്കൾ പറയും അച്ഛൻ്റെ പേരിലാണ്, അമ്മയുടെ പേരിലാണ്, അല്ലെങ്കിൽ ചേട്ടന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇത് വെച്ചിട്ട് ഉറപ്പ് വരുത്താം ആരുടെ പേരിലാണ് കറന്റ്ലി ടാക്സ് അടയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ സാധിക്കും. ദെൻ ഏജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കും. പക്ഷേ ഒരു 100% ഞാൻ ആ റിസൾട്ട് പറയില്ല. കാരണം പലപ്പോഴും ഞാനൊക്കെ ചെക്ക് ചെയ്തപ്പോൾ 2 അല്ലെങ്കിൽ 3 വർഷത്തേക്ക് വ്യത്യാസം ആ പറയുന്ന ഏജ് കാണിച്ചു തരുന്നതിലേക്ക് കാണാൻ സാധിച്ചു. അപ്പൊ 100% വിശ്വസിക്കുക എന്നുള്ളതല്ല, പക്ഷേ നമുക്ക് ആ ഏജ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാം. ഈ വർഷത്തിലായിരിക്കാം ഇത് കൺസ്ട്രക്ട് ചെയ്ത് അല്ലെങ്കിൽ പണി പൂർത്തീകരിച്ച് നമുക്ക് റിലേറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. ഒരു 90% വരെയൊക്കെ അത് കറക്റ്റ് ആയിരിക്കാം. എന്നാലും എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ആ പറയുന്നതിൽ നമ്മളത് പോസിബിലിറ്റി കാണണം. ഒരിക്കലും ക്ലയന്റ് പറഞ്ഞു അല്ല നമ്മൾ വാദിച്ച് ജയിക്കാനൊന്നും ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ ചെയ്യരുത്. അപ്പോൾ ഒരു അപ്രോക്സിമേറ്റ് മെത്തേഡ് എന്ന രീതിയിൽ ഒരു 90-95% കറക്റ്റ് ആവാനും സാധ്യതയുണ്ട്. ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകൾക്ക് ചിലപ്പോൾ അതിൽ കാണിക്കുന്ന ഡാറ്റയിൽ ഇത്തിരി വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും 100% ഈ പറയുന്ന സഞ്ജയിലൂടെ എടുത്ത സർട്ടിഫിക്കറ്റ് ഞാൻ പറയാറില്ല. കാരണം എനിക്ക് തന്നെ 1-2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എങ്ങനെ ഏജ് കാൽക്കുലേറ്റ് ഏജ് നമുക്ക് മുനിസിപ്പാലിറ്റി രേഖകൾ എന്താണെന്ന് കണ്ടുപിടിക്കാം. പിന്നെ അതുപോലെ തന്നെ ഏത് ഓണർഷിപ്പിലാണ് ആ പറയുന്ന ബിൽഡിംഗ് ഉള്ളതെന്നും നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ഏജ് സർട്ടിഫിക്കറ്റും ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് താഴെ കാണിക്കാം. വീഡിയോ കാണുമ്പോൾ അർഹതപ്പെട്ട ആളുകളിലേക്ക് ഞാൻ മുന്നേ പറയാറുള്ള മാതിരി ഷെയർ ചെയ്യുമല്ലോ. താങ്ക് യു. ഹായ് ഓൾ, നമുക്ക് ഓൺലൈനായിട്ട് ഒരു ബിൽഡിങ്ങിന്റെ ഏജും അതുപോലെ തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ആരുടെ പേരിലാണ് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ LSTDയുടെ അണ്ടറിൽ തന്നെ അതിനൊരു ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ പേരാണ് സഞ്ജയ് എന്നാണ് പറയാ. നമുക്ക് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സഞ്ജയ് എന്ന് ടൈപ്പ് ചെയ്യുക. SIN ആദ്യം തന്നെ വന്നു കിടക്കുന്നുണ്ട്, സഞ്ജയ് എന്ന് വന്നു കിടക്കുന്നുണ്ട്. അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം കാണുന്ന ടാബ് തന്നെ നിങ്ങൾ എന്ത് ചെയ്തോളൂ, ക്ലിക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഒരു യെല്ലോ കളറിൽ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് കാണാം. കേരള സർക്കാരിന്റെയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയാണ് സഞ്ജയ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിൽ ചെയ്യേണ്ടത് ഇതിൽ നമുക്ക് നമ്മുടെ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് നമ്മളൊന്ന് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നമുക്കിപ്പോൾ തൃശ്ശൂർ ആണെങ്കിൽ ജസ്റ്റ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പൊ ഞാനൊരു സാമ്പിൾ എന്നോണം തൃശ്ശൂർ എടുക്കുകയാണ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റില് കോർപ്പറേഷൻ ഉണ്ടായിരിക്കാം, മുനിസിപ്പാലിറ്റി ഉണ്ടായിരിക്കാം, പഞ്ചായത്ത് ഉണ്ടായിരിക്കാം. ഇതില് നിങ്ങളുടെ ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഏത് ഏരിയയിലാണെന്ന് നോക്കുക. മുനിസിപ്പാലിറ്റി ഏരിയ ആണെങ്കിൽ അത് ചൂസ് ചെയ്യുക. അത് ചൂസ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും അവിടെ കാണിച്ചു തരും. അതില് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി, ആ ബിൽഡിംഗ് നിൽക്കുന്ന മുനിസിപ്പാലിറ്റി ഏതാണെന്ന് നോക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിളിൽ നമ്മൾ ഒരു ചാവക്കാട് മുനിസിപ്പാലിറ്റി ഞാൻ സെലക്ട് ചെയ്യാണ്. ചാവക്കാട് മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഒരു ബിൽഡിങ്ങിന്റെ ടാക്സ് നിങ്ങൾക്ക് ക്വിക്ക് പേ എന്നുള്ള മെത്തേഡിലൊക്കെ ബിൽഡിങ്ങിന്റെ ടാക്സ് ഓൺലൈനായിട്ട് അടയ്ക്കാനുള്ള പ്രൊസീജിയറൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഇന്നത്തെ വിഷയം ബിൽഡിങ്ങിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് കൊണ്ട് ഈ താഴത്തെ തൊട്ട് മേലെയുള്ള ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ടാബില് ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. തുടർന്ന് വരുന്ന വിൻഡോയില് വാർഡ് ഇയർ എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്താണ് വാർഡ് ഇയർ? നമ്മളെ പണ്ട് കാലത്ത് ഒരു 1993-94 കാലഘട്ടത്തിലെ വാർഡൊക്കെ ആയിരിക്കില്ല ഇപ്പോൾ നമ്മുടെ വാർഡ്. കാരണം അതിന് വിഭജനമൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വന്നു. ഈ ഓപ്പൺ ആയി വന്ന വിൻഡോയിൽ നമുക്ക് ആദ്യം ചോദിക്കുന്നത് വാർഡ് ഇയർ ആണ് ചോദിക്കുന്നത്. എന്താണ് വാർഡ് ഇയർ ചോദിക്കാൻ കാരണം? നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ഇയർ കൊടുത്തിട്ടുണ്ട്. ഒന്ന്
ഈ മുനിസിപ്പാലിറ്റിയിൽ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ 1994 ഒരു വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. പിന്നെ 2013 ഒരു വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇരിക്കുന്ന ബിൽഡിംഗ് ചിലപ്പോ ഈ ആദ്യത്തെ വാർഡ് വിഭജനത്തിൽ ഉണ്ടായിരുന്ന വാർഡ് നമ്പറിലായിരിക്കില്ല ഇപ്പോ കാണുന്നത്. അപ്പൊ ഞാനിപ്പോ ലേറ്റസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 2013 എന്നുള്ള, കാരണം എൻ്റെ ഇപ്പോൾ ഉള്ള വാർഡ് നമ്പറും ഡോർ നമ്പറും 2013 വിഭജനത്തിന് ശേഷമുള്ള വാർഡ് നമ്പറും ഡോർ നമ്പറാണ് എനിക്ക് അവൈലബിൾ ഉള്ളത്. ഇനി എല്ലാം നമുക്ക് പഴയ ഡോർ നമ്പർ വാർഡ് നമ്പർ അറിയുമെങ്കിൽ ആ വിഭജനത്തിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു സാമ്പിൾ ആയിട്ട് കാണിക്കുമ്പോൾ 2013 വിഭജനം കഴിഞ്ഞ് ഇപ്പോൾ നിലവിലെ ആ ബിൽഡിംഗ് എത്രാമത്തെ വാർഡ് നമ്പറിലാണോ എത്രാമത്തെ ഡോർ നമ്പറിലാണോ ഇരിക്കുന്നത് അത് നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ വാർഡ് വിഭജനത്തിന്റെ ഇയർ സെലക്ട് ചെയ്യുക. ഓക്കെ, ചിലപ്പോൾ ഈ പറഞ്ഞ ഇതൊന്നും കാണില്ല. ചിലപ്പോൾ വിഭജനം ഒരുപാട് നാളായി വിഭജനം നടന്നിട്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ഒന്നും കാണില്ല. ഓക്കെ, അപ്പൊ ഏതാണ് ലേറ്റസ്റ്റ് നടന്നുള്ള വാർഡ് വിഭജനം അത് എടുക്കുക. അപ്പൊ എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർഡ് നമ്പറും ഡോർ നമ്പറും ആയിരിക്കണം ബിൽഡിങ്ങിന് എടുക്കേണ്ടത്. ഈ വാർഡ് നമ്പറും ഡോർ നമ്പറും എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. നമ്മുടെ ടാക്സ് അടയ്ക്കുന്ന സർട്ടിഫിക്കറ്റിൽ നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീടിന്റെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ കട്ടളപ്പടിക്കലൊക്കെ നമ്മളൊരു ബോർഡ് അടിച്ച് വെച്ചിട്ടുണ്ടാവും, ഇത്ര വാർഡിൽ ഇത്രാമത്തെ ഡോർ നമ്പർ എന്ന് നമ്മളിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ബിൽഡിങ്ങിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. അല്ലാതെ അതിന്റെ ഓണറുടെ അഡ്രസ്സിലല്ല ബിൽഡിംഗ് അറിയപ്പെടുക. ബിൽഡിംഗ് ഇത്രാമത്തെ ഏത് മുനിസിപ്പാലിറ്റിയോ പഞ്ചായത്തോ കോർപ്പറേഷനിലെ ഇത്രാമത്തെ വാർഡിലെ ഇത്രാമത്തെ ഡോർ നമ്പർ, അതാണ് ബിൽഡിങ്ങിന്റെ അഡ്രസ്. അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ വാർഡിന്റെ ഇയർ കൊടുത്തു. ദെൻ വാർഡ് നമ്പർ 14 14 കൊടുത്തു. പിന്നെ ഡോർ നമ്പർ 115 ഒരു സാമ്പിൾ എടുത്തിരിക്കുകയാണ് ഞാൻ കേട്ടോ. അപ്പോൾ വാർഡ് നമ്പർ ഡോർ നമ്പർ സബ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്ത ബിൽഡിങ്ങിന് സബ് നമ്പർ ഇല്ല, അതുകൊണ്ട് അത് കൊടുക്കണ്ട, അവളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സെർച്ച് കൊടുത്തു. സെർച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു ബിൽഡിങ്ങിന്റെ ഓണർഷിപ്പ് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ആരുടെ പേരിലാണെങ്കിൽ ഇവിടെ ഓണറുടെ പേര്, അതിന്റെ മെയിൻ ഓഫീസ്, വാർഡ് ഇയർ, എത്രാമത്തെ വാർഡ്, പ്ലേസ്, ഡോർ നമ്പർ ഒക്കെ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമ്മളിപ്പോൾ ഓണറുടെ പേരിന്റെ അവിടെ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടാക്സ് അടക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ആ ബിൽഡിംഗ് എന്ത് ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതൊക്കെ ഫങ്ഷണാലിറ്റി ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആരുടെ പേരിലാണ് അത്ര ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ 1994 ഈ പറയുന്ന ബിൽഡിംഗ് 5ാം വാർഡിലായിരുന്നു. 14ാം വാർഡാണ് ഇപ്പോൾ ലേറ്റസ്റ്റ്, പക്ഷെ 5ാം വാർഡിലായിരുന്നു 1994 വരെ. അതിൽ 300 ആയിരുന്നു അന്നത്തെ നമ്പർ. ഇപ്പൊ 2013 വിഭജനത്തിന് ശേഷം 14ാം വാർഡിലെ 115ാമത്തെ ഡോർ നമ്പറിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ബിൽഡിങ്ങിന് ഒരു ID ഉണ്ടായിരിക്കും. അത് നമുക്ക് പ്രോപ്പർട്ടി ടാക്സ് ഒക്കെ അടയ്ക്കുമ്പോൾ ഒരു ID ഓൺലൈൻ ആയിട്ടുണ്ട്. അതാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊക്കെ വേണമെങ്കിൽ അത് എഴുതി സൂക്ഷിച്ചു വെക്കാം. ദെൻ എത്രയാണ് ടാക്സ്, പഴയ ടാക്സ്, പുതിയ ടാക്സ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ അറിയേണ്ടത് ഏജ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഏജ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഏജ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും എന്ത് പർപ്പസിനാണ് ഏജ് സർട്ടിഫിക്കറ്റ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഒരുപാട് പർപ്പസുകൾ അവർ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാം. കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കോഫി ബോർഡിലോ അല്ലെങ്കിൽ ബാങ്കിലോ BPL-ലോ എനിത്തിങ്, ആധാറിന്റെ പർപ്പസോ എനിത്തിങ്. ഞാൻ തൽക്കാലം ഒരു ബാങ്കിൽ നിന്ന് കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിൽഡിങ്ങിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ഇപ്പൊ വന്നിട്ടുള്ള ഏജ് സർട്ടിഫിക്കറ്റ്. നിങ്ങൾക്ക് ഇത് പ്രിന്റ് അടിച്ച് ഇനി അത്തരത്തിൽ വരെ സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. ഇതിവിടെ എഴുതിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റ് ദാറ്റ് ബിൽഡിംഗ് ബിയറിംഗ് ഇന്ന വാർഡിൽ ഇന്ന ഡോർ നമ്പറുള്ള ബിൽഡിംഗ്, ഇന്ന പേരിലുള്ള ബിൽഡിംഗ്, ഇന്ന അഡ്രസ്സിലുള്ള ബിൽഡിംഗ്, 29 ഇയേഴ്സ് ഓൾഡ് ആസ് പെർ അസസ്മെന്റ്, രജിസ്റ്റർ മെയിൻറ്റൈൻഡ് ഇൻ ദി ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ. ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലുള്ള രജിസ്റ്റർ വെച്ച് നോക്കുമ്പോൾ 29 വർഷമായി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ബിൽഡിങ്ങിന്റെ ഏജ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതുപോലെ നമുക്ക് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് എടുക്കാം. എങ്ങനെയാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കുക? സെയിം മെത്തേഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. കാരണം ഇതിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നമ്മുടെ വാർഡ് വിഭജനം കഴിഞ്ഞ വാർഡ് 14th 115 കൊടുക്കുകയാണ്. ഞാൻ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ വന്ന പോലെ തന്നെ ഒരു ടാബ് വന്നു. അതിൽ ഓണറുടെ പേരിന്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വന്നു. അതിൽ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ആവശ്യത്തിനാണെന്നുള്ള ചോദിക്കും. ബാങ്കോ എനിത്തിങ് നിങ്ങൾ കൊടുക്കുന്നു. ദെൻ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, എന്താണ് അതിന്റെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വരും. ഇന്ന ഓണറുടെ പേരിലാണ് ആ പറയുന്ന ബിൽഡിംഗ് എന്ന് അറിയാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് എന്തിനാണ് ഈ സർട്ടിഫിക്കറ്റുകളിലൊക്കെ ആവശ്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാല്യുവേഷൻ ചെയ്യുന്ന ഒരാൾ ഒരു ബിൽഡിംഗ്
മറ്റൊരാൾ മേടിക്കുകയാണെങ്കിൽ അവിടെ ഒരു വാല്യൂവറുടെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ സിവിൽ എഞ്ചിനീയർ ആണ് ചിലപ്പോൾ വാല്യൂ ചെയ്യാൻ പോകുന്നെങ്കിൽ അയാൾക്ക് ഇത് ആരുടെ പേരിലാണെന്ന് അറിയണം. ചിലപ്പോൾ ഓണറോക്കോ അല്ലെങ്കിൽ അവിടെ കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും, അവർക്കൊന്നും ധാരണ ഉണ്ടാവില്ല. അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ വന്നാൽ നമുക്ക് ആ ബില്ലിംഗ് നമ്പർ വെച്ചിട്ട് ആരുടെ പേരിലാണ് ഇപ്പോൾ നികുതി അടയ്ക്കുന്നത് എന്ന് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ ഓപ്ഷൻ ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇതിന്റെ ഇയർ ചോദിക്കുമ്പോൾ പലപ്പോഴും ചിലർ ഫേക്ക് ആയിട്ട് പറയാം, അല്ലെങ്കിൽ അറിയാതെ ഓർമ്മയില്ലാതെ എത്ര വർഷമായെന്ന് അറിയാതിരിക്കാം. അപ്പോഴൊക്കെ നമുക്ക് ഈ പറയുന്ന ഏജ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ ഏജ് സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനൊരു കാര്യം കൂടി പറഞ്ഞു വെക്കട്ടെ. എപ്പോഴും ഈ ഏജ് സർട്ടിഫിക്കറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 29 ഇയേഴ്സ് എന്നൊക്കെ അതിൽ എഴുതി കാണിച്ചു. 100% അതിനെ ഞാൻ ട്രസ്റ്റ് ആയിട്ട് പറയില്ല. കാരണം ഇത് ഗവൺമെന്റ് കാര്യങ്ങളാണ്. അപ്പൊ അത് ഏത് വർഷത്തിലാണ് അപ്ഡേറ്റ് ചെയ്ത് അതിനൊക്കെ അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരാം. എന്നാലും ഒരു അറൗണ്ട് ഒരു റിലേറ്റ് ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഈ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട്. അല്ലാതെ കംപ്ലീറ്റ് പ്യൂർലി അതാണ് അതിന് നിർമ്മിച്ച വർഷം എന്ന് പറയാൻ ഞാൻ പറയില്ല. കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. പല ബില്ലുകൾ ഞാനിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ 2 വർഷത്തെയും 3 വർഷത്തേക്ക് കാണാൻ സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ഉറപ്പായിട്ട് പറയാനല്ല, എന്നാലും നമുക്ക് റെഫറൻസിന് ഇത് ഉപയോഗിക്കാം. ആസ് എ വാല്യൂവർ എന്ന നിലയിൽ ചാർട്ടേഡ് എഞ്ചിനീയേഴ്സിന് ഇവർക്കൊക്കെ ഇത്തരം ഒരു മെത്തേഡിലൂടെ അതിന്റെ ഏജ് മനസ്സിലാക്കി വെക്കാം. അതും പിന്നെ അവരുടെ ഒരു റെഫറൻസ് കൂടി എടുത്തിട്ട് നമുക്കൊരു അസസ്മെന്റിൽ എത്താം. അവർ പറഞ്ഞ സത്യമാണോ, അല്ലെങ്കിൽ അവർക്ക് ഓർമ്മയില്ലാത്തത് ഇങ്ങനെയാണോ, അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിലാണോ കൺസ്ട്രക്ഷൻ നടന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഈ സർട്ടിഫിക്കറ്റ് നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിന്റെ ഏജും അതുപോലെ തന്നെ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് നമുക്ക് ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സൈറ്റിൽ നമ്മൾ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഈ സൈറ്റിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ബിൽഡിങ്ങിന്റെ ടാക്സ് അടയ്ക്കാം എന്നുള്ളതും വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അക്ഷയ കേന്ദ്രത്തിലോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പോകേണ്ട, നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് ടാക്സും കാര്യങ്ങളൊക്കെ അടയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. തുടർന്ന് നെക്സ്റ്റ് ഒരു വാല്യുവേഷൻ സംബന്ധമായ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സോ ഈ വിവരം സിവിൽ പഠിച്ച എല്ലാവർക്കും അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സിവിൽ ഡിപ്ലോമ അതുപോലെ തന്നെ ലൈസൻസുകളായ ആളുകൾ ഇവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് അറിയാം, ഇനി അറിയാത്തവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവട്ടെ. താങ്ക് യു.